നമസ്കാരം. റാഫ് ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം. മുഹമ്മദ് നസിക്കെതിരെയുള്ള കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വിജയത്തിന്റെ പുറകിലെ മന്ത്രം ടീം വർക്കാണെന്ന് ഹെഡ് കോച്ച് ടി പുരുഷോത്തമൻ പറഞ്ഞു. ഇൻട്രിം കോച്ചാണ് അദ്ദേഹം. നമുക്കറിയാം, കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ പരാജയപ്പെട്ടു വന്നിട്ട് കോച്ചിനെ പുറത്താക്കിയിട്ട് അതിനുശേഷമുള്ള ആദ്യ കളിയിൽ 3-0 വിജയം നേടുക എന്ന് പറയുമ്പോൾ അത് വലിയ ഒരു കോൺഫിഡൻസ് ടീമിന് സമ്മാനിക്കുന്ന കാര്യം തന്നെയാണ്. എന്താണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്? കോച്ച് പുരുഷോത്തമൻ കളിക്ക് ശേഷം പറഞ്ഞിരിക്കുന്ന വാക്കുകളിലേക്ക് പോകാം. അദ്ദേഹം പറയുന്നു, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ ദിസ് ഈസ് ടീം വർക്ക്. എല്ലാ ബോയ്സും അവരുടെ ജോബ് വളരെ കൃത്യമായിട്ട് ചെയ്തു. അവർക്ക് എന്താണ് ചെയ്യാൻ കഴിയുക അത് അവർ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇത് തീർച്ചയായിട്ടും അപ്രീസിയബിൾ ആയിട്ടുള്ള കാര്യമാണ്. പ്രൊഫഷണൽസ് എന്ന നിലയിൽ അവരിത് ചെയ്യേണ്ടതുണ്ട്. അവരത് ചെയ്തു. അത് ആബ്സല്യൂട്ട്ലി റൈറ്റ് മാനറിൽ അവർ ചെയ്തിരിക്കുന്നു. ചില ഘട്ടങ്ങളിൽ അൺലക്കി സമയം ഞങ്ങൾക്കുണ്ടായിരുന്നു. അങ്ങനെയാണ് ചില പരാജയങ്ങൾ ഞങ്ങൾക്ക് ഉണ്ടായത്. എന്നാൽ ഇപ്പോൾ ഞങ്ങൾ അതിൽ നിന്ന് മുകളിലേക്ക് വരികയാണ്. ഇതൊരു ഗുഡ് മോട്ടിവേഷനാണ് എല്ലാ താരങ്ങൾക്കും. ഇനി അടുത്ത മത്സരത്തിലേക്കാണ് ഞങ്ങളുടെ കോൺസെൻട്രേഷൻ. വി ആർ കോൺസെൻട്രേറ്റിംഗ് ഓൺ ദി നെക്സ്റ്റ് മാച്ച്, ദാറ്റ്സ് ഇറ്റ് എന്ന് അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറയുന്നു. പിന്നെ അദ്ദേഹം പറയുന്ന കാര്യങ്ങളുണ്ട്. ഒരുപാട് ചേഞ്ചുകളൊന്നുമല്ല, ബട്ട് കോൺസെൻട്രേഷൻ ആൻഡ് ഫോക്കസ് അതാണ് പ്രധാനപ്പെട്ട കാര്യം. അതാണ് ഞങ്ങൾ ചെയ്യേണ്ടത്. കാര്യങ്ങൾ സിമ്പിളായിട്ട് പോസിറ്റീവായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുക. ലൈക്ക് ദാറ്റ് ഓൺലി, നത്തിങ്, നോ മോർ ചേഞ്ചസ്, ജസ്റ്റ് സിമ്പിൾ ആൻഡ് എഫക്റ്റ്ഫുൾ എന്ന് അദ്ദേഹം പറയുന്നു. അതേസമയം ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രധാന താരങ്ങൾ നല്ല പ്രകടനം നടത്തുകയും ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത്, യാ ആബ്സല്യൂട്ട്ലി ഞങ്ങളുടെ ബോയ്സ് ഗ്രേറ്റ് മാനറിൽ തന്നെയാണ് കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണ് ഒരു ടീം എന്ന നിലയിൽ പെർഫോം ചെയ്യേണ്ടത്. ഇത് ഈ ഒരു മൊമെൻറ്റം ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. വി ഹാവ് ടു കീപ് ദിസ് മൊമെൻറ്റ് ഹൈ ആൻഡ് വി വിൽ ഡൂ ഇറ്റ് ഫോർ ദി നെക്സ്റ്റ് മാച്ച് ഹോപ്പ്ഫുള്ളി ആൻഡ് വി വിൽ ഗെറ്റ് ദി 3 പോയിൻറ്റ്സ് എന്നുകൂടി പുരുഷോത്തമൻ പറഞ്ഞു. എന്തായാലും അദ്ദേഹം പറയുന്നു, വലിയ മാറ്റങ്ങളൊന്നുമല്ല, മറിച്ച് കോൺസെൻട്രേഷൻ, ഫോക്കസ് അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതൊരു ടീം വർക്കിൽ പൂത്ത വിജയമാണ് എന്ന് അദ്ദേഹം പറയുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.